ഹലോ, ശകലം ബഹുമാനമൊക്കെ ആകാം കേട്ടോ. നമ്മൾ നിങ്ങളെ പോലെ സിനിമാ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. കോസ്റ്റ്യൂമറാണോ? കോസ്റ്റ്യൂമറാണോന്നോ? സെൻസർ ബോർഡുകാരാണ്. ഓ, സെൻസർ ബോർഡിലാ പടമൊക്കെ എടുക്കുന്ന ആളല്ലേ? ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടാ പോകുന്നേ. മര്യാദക്കൊക്കെ പെരുമാറില്ല, കട്ട് ചെയ്തെല്ലാം ദൂരെ കളയും. പക്ഷെ ഒന്നും കാണുകയല്ല പടത്തിന്റെ അത് കേട്ടോ. അങ്ങേയറ്റം നമ്മളും പ്ലാൻ ചെയ്യുന്നില്ലേ? ഒന്ന് ബഹുമാനിച്ചേര്, എന്തിനാ വെറുതെ എടുക്കുകയാണെങ്കിൽ ബഹുമാനിച്ചപ്പോ എന്തായാലും ഞങ്ങളുടെ ഈ വന്നിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും തൃപ്തിപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര റെസ്പെക്റ്റാ നിങ്ങളോട്. എനിക്ക് അതെ, ഈ സെൻസർ ബോർഡില് വന്നെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വന്ന ജോലി തന്നെയാണോ? പിന്നെ ഞാനിത് ആഗ്രഹിച്ചു വന്നു. കാര്യം എന്റെ ഫാമിലി എല്ലാം കത്രികയായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി തന്നെയാണല്ലോ അല്ലേ? അച്ഛൻ സെൻസർ ബോർഡിലായിരുന്നു? അല്ലല്ല, അച്ഛനെ വീഡിയോ തീർപ്പായിരുന്നു. വീഡിയോ തീർപ്പുമ്പോ അച്ഛൻ ഇങ്ങനെ ഈ വീഡിയോ ഇല എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ മാറി ഇന്ന് നോക്കുമായിരുന്നു. എനിക്കൊരു കൗതുകമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് ഞാനൊരു 12 വീഡിയോ തീർത്തേച്ചും അച്ഛന് വലിക്കാൻ കൊടുത്തു. അച്ഛനത് വലിച്ചേച്ചും വലിപ്പിച്ചല്ലേടാന്ന് നോക്കി ഒറ്റ അടിയായിരുന്നു എനിക്ക്. അന്ന് തല്ലിയതിന്റെ കാര്യം എന്താണ്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ചെറിയ പ്രായതുകൊണ്ടാണ്. എന്റെ ചെറിയ പ്രായമായിരുന്നു. പ്രോത്സാഹിപ്പിക്കേണ്ട ആളല്ലേ അത്? പ്രോത്സാഹിപ്പിക്കണ്ടല്ലേ, പിന്നെ പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞങ്ങൾക്ക് ആ പാടെ 2.5 സെന്റ് സ്ഥലമല്ലേ ഉണ്ടായിരുന്നുള്ളേ. അതിന്റെ ആധാരം എടുത്തിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്തത്. അത് ഉരുട്ടിയാണ് കൊടുത്തത്. അത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, അതിനാണ് തല്ലിയത്. മാഡത്തിന്റെ പേരെന്താ പറഞ്ഞു? ഞാൻ മാളൂട്ടി, ഇതെന്റെ ബാലേട്ടൻ. ഈ മാളൂട്ടി ഇതുപോലെ ആഗ്രഹിച്ചു തന്നെയാണോ ഈ ഫീൽഡിലേക്ക് വന്നത്? ഞാൻ എന്താ വെച്ചാൽ ഞാൻ മാർക്കറ്റിൽ മീൻ വെട്ടുന്ന ജോലിയായിരുന്നു എനിക്ക്. ഞാൻ വളരെ നന്നായിട്ട് മീൻ വെട്ടുമായിരുന്നു. അപ്പൊ ഒരിക്കൽ ഈ സാറ് മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ വന്ന്, എന്നിട്ട് എന്റെ ആ മീൻ വെട്ടല് കണ്ടിട്ട് സാറിനൊക്കെ ഭയങ്കര തൃപ്തിയാ. ആ കൗതുകത്തോടെ നോക്കി നിൽക്കുവായിരുന്നു. കുറെ നേരം ഞാൻ നിന്ന് നോക്കി. എന്നിട്ട് സാറ് പോയി 1 കിലോ ഫിലോപ്പി വാങ്ങിച്ചിട്ട് എന്റെ കൂടെ തന്നെ. ഫിലോപ്പി എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്കെൻഡ്സ് ആണ്. അപ്പൊ ഞാൻ ആ ഫിലോപ്പി എടുത്ത് നല്ല വൃത്തിയായിട്ട് വെട്ടി സാറിന്റെ കയ്യിൽ അങ്ങ് കൊടുത്ത്, ആവശ്യമുള്ളതൊക്കെ വെട്ടി ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു വെച്ച് ഞാൻ സാറിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. 1 കിലോ വാങ്ങിച്ച് ഞാൻ വെട്ടാൻ കൊടുത്താ തിരിച്ചു വന്നപ്പോ അത് 1/4 കിലോ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവള് നല്ലോണം വെട്ടിയെല്ലാം തൂരെ കളയുന്നവളാണല്ലോ, ഇവള് എന്തുകൊണ്ട് എന്റെ കൂടെ നിർത്തിയാ പോരാ, മലയാള ഇൻഡസ്ട്രി നമുക്ക് വെട്ടി തൂരെ കളയല്ലോ എന്ന് ആലോചിച്ച് അന്നേരം ഞാൻ ചോദിച്ചു കൂടെ പോരുന്നോ ചോദിച്ചു, ചാടി വീണ് കൊണ്ടുവന്നു. അങ്ങനെ കയ്യും കഴിയും ഞാനിങ്ങനെ കൂടെ പോരും. അങ്ങനെ ബാലേട്ടന്റെ മാളൂട്ടിയായി. എന്നാ പിന്നെ ഞങ്ങള് വർക്ക് തുടങ്ങാൻ സമയമായി, ഞങ്ങൾ ജോലിയിലേക്ക് ഇറക്കട്ടെ. സാറേ, ഒരു മിനിറ്റ്. എന്താണ്? ഞാൻ നിങ്ങൾ ഈ സെൻസർ ബോർഡുകാരെ കാണുമ്പോൾ ചോദിക്കണം വെച്ചോണ്ടിരുന്നതാണ്. ചോദിച്ചോളൂ. ഈ പ്രേമം ലീക്കാനുള്ള കാരണം എന്താ? അത് നിങ്ങൾ പറഞ്ഞ ആദ്യകാലത്ത് ഞാൻ ഇവളും തമ്മിൽ ഈ തൊണ്ടിലും അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ വീട്ടുകാർ കണ്ടിട്ട് ചെറിയ പ്രശ്നവും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചില്ല. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയില്ലേ? ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രേമമല്ല, പ്രേമം സിനിമയുടെ അത് ലീക്കാവാനുള്ള കാരണം എന്താ? അതോ, അത് ഞങ്ങളല്ലായിരുന്നെന്ന് വേറെ ഉദ്യോഗസ്ഥന്മാര് ജോലി ചെയ്തപ്പോഴാണ് ഇത് ലീക്കായത്. ഇപ്പൊ ഞാൻ പറയാം, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും. അതെ, എന്ന് പറഞ്ഞ പോലെ പ്രേമത്തിന് സംഭവിച്ചുള്ളൂ. പടം കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളല്ലേ. ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ ഈ സിനിമയുണ്ട്, സീരിയലും ഉണ്ട്. ഇപ്പൊ സിനിമയാണ് സെൻസർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സീരിയലിന് ഇങ്ങനെ ഒരു സെൻസറിങ് നടക്കാത്തത്? സീരിയൽ സെൻസർ നടത്താത്തതിന്റെ മെയിൻ കാരണം നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് ശരിക്കും സീരിയലാണല്ലോ സെൻസർ ചെയ്യേണ്ട കാര്യം. ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന സാധനം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നിന്നാല് 2 കാസറ്റ് 2 CD-ക്കകത്ത് ഒതുങ്ങുന്നതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ സീരിയൽ അതല്ല. പപ്പടം എടുക്കുന്ന പോലെ നമ്മൾ അലമാരിക്കകത്ത് കൊണ്ട് അതേപോലെ വെക്കണം. തന്നെയല്ലേ ഇത് കട്ട് ചെയ്ത് ഞങ്ങൾ പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിരമിക്കണം. കുടുംബമൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആ മേഖലയിലേക്ക് കൈവെക്കാത്തത്. സംശയങ്ങളൊക്കെ തീർന്നില്ലേ? 2 ചായയും 2 പരിപ്പോടെയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കുക. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ എൻ്റെ ഒരു പടം സെൻസറിങ്ങിന് തന്നിരുന്നു, കഴിഞ്ഞാന്നറിയാൻ വേണ്ടി വന്നതാണ്. പടം സെൻസർ? ഏത് പടം? ആരെ? എന്താ ഏത് പടം? പടം കൂരിരുട്ടിൽ കുപ്പിച്ചില്ലേ. കൂരിരുട്ടിൽ കുപ്പിച്ചില്ലേ. അതിന്റെ ആരാ നമ്മള്? പ്രൊഡ്യൂസർ അജയൻ തങ്കത്തേരിൽ. അജയൻ തങ്കത്തേരിൽ. തന്നെയൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അയ്യോ, എന്ത് പറ്റി സാർ? എന്നാ പടം അടങ്ങി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ ഡയറക്ടർ എന്ത് ചെയ്യും? ഡയറക്ടർ തൂക്കിച്ചത്ത്. അന്നേ അവനറിയാം, അവൻ അന്നേ അത് ചെയ്തു. ഈ പടത്തിന്റെ തന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു. മെനകെട്ട എന്ത് പടമാണിത്? മൊത്തം ഞാൻ കട്ടിയത് ദൂരെ കളഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നില്ലേ? 10 പൈസക്ക് ഉള്ളിയല്ലേ ഫസ്റ്റ് ഹാഫ്? സെക്കൻഡ് ഹാഫ് അത് പിന്നെ കൊള്ളത്തേ ഇല്ലല്ലോ. പിന്നെ സാറിന് അതിനകത്ത് എന്താണ് ഇഷ്ടമായത്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ 10 മിനിറ്റുള്ള ഇടവേളയാണ്. അത് നല്ലതായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി പോപ്കോണും ചായയും കുടിച്ചു തിരിച്ചു വന്നു. അതല്ലാതെ ആ പടത്തിൽ 10 പൈസക്ക് ഉള്ളുന്ന ഒറ്റ സീനില്ലായിരുന്നു.
നായകന്റെ തീപ്പൊരി ഡയലോഗ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കാട്ടും നല്ല പുറത്ത് വെക്കുന്ന പൊരിയാടും ഈ ഒരു ഡയലോഗും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയലോഗ് എഴുതി പിടിപ്പിച്ചത് ഇതെന്ത് ഡയലോഗാണത്? ഞാൻ ആദ്യമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ ഗുണം നീ കാണാറുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ദൂരെ കളഞ്ഞു ആ ഡയലോഗ്. അല്ല സാറേ, സോങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോങ്സ് എവിടെ വെച്ചാ സോങ്സ് എടുത്തത്? സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് സോങ്സ് എടുത്തപ്പോ ആ നായകനും നായികയും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ പുറകെ കൂടെ 2 പ്രാവ് പോകുന്ന ശ്രദ്ധിച്ചായിരുന്നു? പ്രാവല്ല, അത് കവളംകാളിയാ. കവളംകാളിയല്ല, പ്രാവാ. കവളംകാളിയാന്നേ. അത് അമ്പലപ്രാവാണെന്നേ. സ്വിറ്റ്സർലൻഡിൽ എവിടെയാണ് മാഡം അമ്പലപ്രാവ് എന്നെ ഇരിക്കുന്നത്? പിന്നെ പള്ളിപ്രാവായിരിക്കും. എന്തായാലും പ്രാവാ അത്. കവളംകാളിയാണ്, ചുമല നിറമുള്ള കവളംകാളിയാന്നേ. എന്തായാലും ആ പ്രാവിന് എത്ര കിലോ ഇറച്ചി തൂക്കമുണ്ട്? നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നോ? അല്ല, ഇപ്പൊ കട്ട് ചെയ്തിരിക്കുന്നത് ആ ഈ പ്രാവിന്റെ പക്ഷിയുടെ കാര്യത്തിനല്ല. പിന്നെ നിങ്ങൾ നിയമവിരുദ്ധമാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് നിയമവിരുദ്ധം? ഒരു നിയമമില്ല. ഞാൻ അവിടെ ചെന്ന് എല്ലാം സാങ്ഷൻ ഒക്കെ മേടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്തുവാ നീ പറയുന്നത്? എടോ, നായകനും നായികയും കൂടെ ഒരു ബൈക്കിൽ പോകുന്ന സീൻ ഉണ്ടോ അതിന്റെ അകത്ത്? പിന്നെ മഞ്ഞുമലകൾക്കിടയിലൂടെ അവരുടെ റൈഡ് ഉഗ്രൻ ഷോട്ട്സ് അല്ലേ ഇതൊക്കെ? വരുന്നില്ലേ? അവിടെയാണ് നിയമം തെറ്റിച്ചിരിക്കുന്നത്. എന്ത്? നായകൻ ഹെൽമെറ്റ് വെച്ചായിരുന്നോ? ഇല്ല. പുറകെ ഇരുന്ന നായിക വെച്ചോ? ഇപ്പൊ പുറകിൽ യാത്ര ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് വെക്കണമെന്ന് പുതിയ നിയമം വന്നു. അതെന്താ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ ചെയ്തത്? ഞങ്ങൾ അതിന്റെ ഇവിടുന്ന് അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ജോലി തെറിച്ച് പോയല്ലേ? എന്റെ സാറെ, ഞാൻ ലക്ഷങ്ങൾ മുടക്കി ഈ നായകനും നായികയും വിസയും ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അവരെ ഹെൽമെറ്റ് വെച്ച് മൂടി വെച്ച് കൊണ്ട് കാണിക്കാനാണെങ്കിൽ എനിക്കും എന്റെ ഭാര്യക്കും കയറി അവൻ ജയിച്ചാ പോരെ? താനും തന്റെ ഭാര്യ അമ്മയിച്ചാൽ ഞാൻ ഇത് മൊത്തം കത്തിച്ച് ഊറ കളഞ്ഞേ. കത്തിയാൻ നിൽക്കുമല്ലോ. അയാൾ പടം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് കുറ്റം പറയുകയാണോ? സോങ് പോട്ടെ, ഞാൻ വിട്ടു. സോങ് വിട്ടു. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ഫൈറ്റ്? സ്റ്റണ്ട് സീക്വൻസ്. സീക്വൻസ് സാറേ, പീറ്റർ ഹെയ്നെ കൊണ്ടുവന്നാണ് ഞാൻ ചെയ്യിച്ചത്. അത് 10 പൈസക്കുള്ളിലായിരുന്നു. എന്ത് സ്റ്റാൻഡാണോ അത്? ആ മറ്റേ പുള്ളിയുടെ പേര് ഐസക് ന്യൂട്ടൻ കണ്ടിരുന്ന തന്റെ പേര് കേസ് കൊടുത്തേനെ. ഐസക് ന്യൂട്ടൻ എന്ത് സ്റ്റണ്ട് തമ്മിൽ എന്താണ് ബന്ധം സാറേ? എടോ, ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് താപ്പോട്ട് വരും. തന്റെ നായകൻ ഒരു 16 പേരെ ഇടിച്ച് മേപ്പോട്ട് വിട്ടിട്ട് അവന്മാരെവിടെ തിരിച്ച് വന്നേ ഇല്ല. ഞാൻ പടം തീരുന്നിടം വരെ വെയിറ്റ് ചെയ്തു, അവന്മാരെ കാണുന്നില്ല. ഓട്ട ഇടികൊണ്ടാണ് മേപ്പോട്ട് പോയത്. അത്യാവശ്യം മേളിൽ ചെല്ലുമ്പോൾ മുള്ളാൻ വിട്ടുമല്ലോ. 2 മൂത്രം താഴെ വീണോടും വീണില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ദൂരെ അതൊക്കെ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലാണ് സാറേ. എന്ത് സ്റ്റൈലാണ്? ഞാൻ കട്ട് ചെയ്ത് മോനെ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഞാനത്. എന്തൊരു കഷ്ടമാണ് സാറേ. എന്ത് കഷ്ടം? പോട്ടെ, സിനിമയിൽ ഒരു ട്വിസ്റ്റ് സാധനമുണ്ട്, ഒരു ഉഗ്ര സാധനമാണത്. എന്താ? നായികനെ വില്ലൻ കയറി ബലാത്സംഗം ചെയ്യുന്നു. അത് ഈ സാറ് കാണുന്നതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. ഈ സ്ത്രീ വിരുദ്ധതയാണത്. സ്ത്രീ വിരുദ്ധതയാണ്. സ്ത്രീകൾക്ക് മേലുള്ള അധിക്ഷേപമാണത്. പുരുഷന്മാരുടെ ആധിപത്യമാണോ അത്? ആണോ അത്? ഞാനത് വെച്ച് പറപ്പിക്കത്തില്ല. ഞാനത് അന്നേരം കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. ആ കട്ട് ചെയ്ത പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്റെ ചില പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. അല്ല, ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കണവരൊക്കെ മനസ്സിലാക്കണം. അപ്പൊ സ്ത്രീകളോട് എന്ത് കാണിച്ചാലും നിങ്ങൾ അപ്പൊ പ്രതികരിക്കും. പുരുഷന്മാരോട് എന്ത് പോക്കൃത്തവും കാണിക്കാം. അതിന് പുരുഷന്മാരോട് എന്താണ് കാണിച്ചത്? 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ നായകനോട് നായിക എന്ത് ക്രൂരതയാണ് കാണിച്ചത്, എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ? അത് കട്ട് ചെയ്യാനുള്ള നായിക തന്നെ അത് കട്ട് ചെയ്തില്ലേ? പിന്നെ ഇവിടെ വന്നപ്പോൾ ഒന്നും കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കണ്ടില്ല, അതുകൊണ്ട് കട്ട് ചെയ്തില്ല. അതാണ് സംഭവം. നിങ്ങൾ ഇങ്ങനെ സിനിമയെ ഞങ്ങളെ ഒന്ന് കുറ്റം പറയരുത്. ഞങ്ങളെ അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. എന്താണ് ലോജിക്കില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അത് അപ്രൂവൽ എന്ന് പറഞ്ഞ എന്ത് നിയമം? എല്ലാം ഞാൻ വിട്ട്. ഈ സിനിമയിൽ എന്തെങ്കിലും ഇഷ്ടമായത് നിങ്ങൾക്ക്? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പീസ് ഉണ്ട് അതിനകത്ത്. നല്ലൊരു സംഭവം. എന്താണ്? ആ നായകനും നായികയും കൂടെ ഒരു തെരുവിൽ നിന്നൊരു ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്ന ഒരു സീനില്ലേ? ആ ചീത്ത വിളിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ അതിന്റെ അകത്ത്. ഉണ്ട്, ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. അന്നേരം ഓഡിയൻസിനെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഏതോ ലോകത്ത് നമ്മളങ്ങ് അതിലേക്ക് അങ്ങ് വീണുപോയി. ആ ഒരു സീൻ നല്ലായിരുന്നു. അയ്യോ, അത് ഫ്ലൂട്ട് വായിക്കണമല്ല. പിന്നെ നായകനും നായികയും തമ്മിൽ ചീത്ത പറയുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് നിർത്തി ആ ചീത്ത പറയുന്ന സ്ഥലത്തൊക്കെ എന്നൊരു ശബ്ദം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അവസാനം അവര് ആ ചീത്ത പറയുന്ന പീക്കിൽ എത്തിക്കഴിഞ്ഞപ്പോ അങ്ങനെ പോയതാണ് സാർ. എന്തായാലും ആ ഒരു സീക്വൻസ് കൊള്ളാം. അല്ലാതെ ഈ പടം 10 പൈസക്കുള്ളിൽ അതുകൊണ്ട് എല്ലാം മൊത്തം ഞങ്ങൾ കട്ട് ചെയ്തു. ഞങ്ങൾ കട്ട് ചെയ്തതിന് കുറ്റം പറഞ്ഞതിന്റെ കഥയില്ല. എന്തുവാണ് ഇപ്പൊ മലയാള സിനിമ ഓരോരുത്തർ ചെയ്തു വെക്കുന്നത്? എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ലോജിക്കില്ലാത്ത കുറെ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ കട്ട് ചെയ്യുന്ന കുറ്റം പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പടം ഇറങ്ങി, അതിന്റെ അകത്ത് ഒരു പാട്ട്. ഞങ്ങൾ ഈ ലീവിലായിരുന്ന സമയത്താണ് ആ പാട്ട് ഇവിടെ വന്നത്. അല്ല, ഞങ്ങളായിരുന്നു അന്നേരം കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞേനെ. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ഇതെല്ലാം ലോജിക്കാ ഉള്ളതെന്ന് ഒന്ന് കാണിച്ചല്ലോ. കണ്ടു നോക്കും, എന്നിട്ട് വേണം കുറ്റം പറയാനേ.
കണ്ടോ? ഈ പാട്ടിനെന്താ കുഴപ്പം? പാട്ടിന് എന്താ കുഴപ്പമൊന്നും? ഈ മൂക്കുത്തി ആരുടെയാ? അവിടെ എന്താ? പെണ്ണിന്റെ അല്ലേ? ആ. അപ്പൊ ആ പെണ്ണിന് അറിയാമല്ലോ അതിന്റെ മൂക്കുത്തി ഇവിടെ ഉണ്ടെന്ന്. ആ. അത് കാണാതെ പോയി. ഓക്കെ, കാണാതെ പോയപ്പോ ആദ്യം ചെയ്യേണ്ട തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. എന്റെ മൂക്കുത്തി കണ്ടില്ല, കാണാതെ പോയി. അതൊക്കെ പോട്ടെ, എന്തോരം സ്വർണ്ണം ആ കൊച്ചിന്റെ ദേഹത്ത് കിടക്കുന്നു. എന്നിട്ട് ഒരു ഇത്തിരി പോകുന്ന മൂക്കുത്തി കാണാത്തനാണോ ഈ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നത്? അതിന്റെ അത് തന്നെയല്ലേ ഏട്ടാ, അവിടെ ഒരു മൂക്കുത്തി ഇരിപ്പുണ്ട്. വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട് സ്പെയർ. പിന്നെ എന്ത് ഈ അപ്പൊ പറയുന്ന സ്പെയർ മൂക്കുത്തി കണ്ടില്ല എന്ന് വേണമായിരുന്നു അങ്ങനെ വേണമായിരുന്നു പറയാനായിട്ട്. ഇത് അതും പറഞ്ഞിട്ടില്ല. ലോജിക്കൽ മൊത്തം വ്യത്യാസം. പോട്ടെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു കൊച്ചാണെങ്കിൽ ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് കാച്ചിട്ടോ അല്ലെ ഞങ്ങളുടെ ഗ്രൂപ്പിലല്ലേ? അല്ല, ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ താലന്മാരെ വിട്ടിട്ടാണെങ്കിൽ ഞാനൊരു മൂക്കുത്തി വാങ്ങിച്ചു കൊടുത്തേനെ. നിങ്ങൾ മൂക്കുത്തിയുടെ കേസ് എടുത്ത് എന്റെ പടം എന്തായി? ആ പടം ബാക്കി ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. സാർ ഇത് എനിക്ക് 10-ാം തീയതി റിലീസ് ചെയ്യേണ്ടതാണ് സാറേ. അത് പോട്ടെ. 10-ാം തീയതി റിലീസ് ഒക്കെ ചെയ്തു, ഒക്കെ തരാം. ഇന്ത്യ സാധനം മേശ കാണും. ഞാൻ വീട്ടിൽ നിന്ന് അത് എടുത്തെന്റെ എന്റെ ദൈവം. വീട്ടിൽ നിന്ന് പോക്കറ്റ് ഇട്ടുണ്ടാ വന്നേ. ബാക്കി കട്ട് ചെയ്തതിന്റെ ബാക്കി ഇതാ 2.5 മണിക്കൂറായിട്ടാ എന്റെ സിനിമയുടെ കാണുന്നത്. ഇത് 10 മിനിറ്റ് പോലും ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ കത്രിയുടെ മൂർത്തി അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തെന്നല്ലാതെ. ത്രില്ല് ഇങ്ങനെ വരുന്ന സമയത്ത് സിനിമയൊക്കെ ഫ്രണ്ടിൽ വരുന്നെങ്കിൽ ചേട്ടൻ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഞാനിത് എങ്ങനെ റിലീസ് ചെയ്യും സാറേ? നിങ്ങൾ പറ. ഇപ്പൊ റിലീസ് ചെയ്യുകയോ ചെയ്യാതിരിക്കും, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാം കട്ട് ചെയ്ത് ദൂരെ കളയാന്നുള്ളതേ ഉള്ളൂ. വീണ്ടും കാണാൻ പറ്റുന്ന വിചാരിച്ചല്ല. ഓർത്തല്ലോ, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം കേട്ടോ. ആ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഓരോ ലഡു തരാൻ വേണ്ടി ഞാൻ വന്നത് കേട്ടോ. ചുറ്റുപാടൊക്കെ വാങ്ങിച്ച് കൂട്ടിച്ച് നമ്മളെ ലഡുവിൽ അങ്ങോട്ട് ഒതുക്കുമായിരിക്കും അല്ലേ? രണ്ടിനും കൂടെ തട്ടെ. വേണ്ട, ഇത് മതി. ഇത് മതി. ഷുഗർ കൂടി നിങ്ങളൊക്കെ ചാവണം. പുള്ളിക്ക് ഒരു ലഡു കൊടുക്കും, പാവം വിഷമിച്ച്. ഓണോടുന്നു എനിക്ക് വേണ്ട തന്നെ ലഡു. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ലഡുവായിട്ട് വന്നേക്കണത്. എന്റെ സാറേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു എനിക്ക് ദിവസം. സന്തോഷം, എനിക്ക് ദുഃഖമാണോ? ഇവര് കാണിച്ച പോക്കൃത്തരത്താണെന്നറിയാമോ? 2.5 മണിക്കൂറുണ്ടായ എന്റെ സിനിമ ഇവര് സെൻസർ ചെയ്ത് 10 മിനിറ്റ് പോലും ഇല്ല. ഇതാണ് എന്റെ സിനിമ. എത്ര മണിക്കൂറാന്ന് പറഞ്ഞ? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? 2 മണിക്കൂർ 40 മിനിറ്റ് ഉള്ള ഒരു സിനിമ ഇവിടെ മുമ്പ് സെൻസറിങ്ങിന് ഞാൻ കൊണ്ടുവന്നു. അതവര് 12 മിനിറ്റ് ആക്കി വെട്ടി ചുരുക്കി എന്റെ തന്നു. ഞാനാരാ മുതല്? ഞാൻ ആ സാധനം ഉണ്ടല്ലോ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് അയച്ചു. അതിന് ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിനുള്ള ഫസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുക. ഈ കയ്യിരിക്കുന്ന സാധനം ഏതെങ്കിലും മത്സരത്തിന് അയച്ചിട്ട് അവാർഡ് മേടിക്കാൻ നോക്കണോ? ഇവിടെ 2.5 മണിക്കൂറുള്ള സാധനം വെട്ടിക്കൂട്ടി ഇവര് 10 മിനിറ്റ് ആക്കി. ഇത് അയച്ചു കൊടുത്താൽ കാണുന്നവർക്കുള്ളൂ മനസ്സിലാവണ്ടോ? മനസ്സിലാകരുത്. എന്റെ സാറേ, ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണെങ്കിലും മനസ്സിലാകാത്തതിനെ അവാർഡ് കിട്ടത്തോളൂ. വായി പൊളിച്ച് അയച്ചു കൊടുക്കാൻ നോക്ക് സാറേ. അതാണ് ഏറ്റവും നല്ലത്.